അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 8ാമത്തെ പാഠം യുഹിബ്ബുൽ മുത്തത്വഹിരീൻ. മുഹമ്മദ് കുളിച്ചു വൃത്തിയായി, വെള്ള വസ്ത്രം ധരിച്ചു, തലയിൽ തൊപ്പി വെച്ചു, സുഗന്ധം പൂശി. അവൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. വീടും ക്ലാസും പരിസരവും അവൻ വൃത്തിയായി സൂക്ഷിക്കുന്നു. എല്ലാവർക്കും മുഹമ്മദിനെ ഇഷ്ടമാണ്. ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇവരാണ് സത്യവിശ്വാസികൾ. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. ശരീരത്തിന് ശുദ്ധിയുണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. മുഹമ്മദിനെ നോക്കൂ, എന്തൊരു വൃത്തി! എല്ലാവരും അവനെപ്പോലെയാകണം. ബ്രഷ് ചെയ്യണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം. ശരീരവും വസ്ത്രവും മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. വീടും ക്ലാസും പരിസരങ്ങളും ശുചീകരിക്കണം. എന്നാൽ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും. അല്ലാഹു തആല നമ്മെ ശുചിത്വമുള്ളവരിൽ പെടുത്തട്ടെ. ആമീൻ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അല്ലാഹു തആല വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. ഇനി നമുക്കതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. അദ്ദർസു സാമിൻ യുഹിബ്ബുൽ മുത്തത്വഹിരീൻ. നഖ്റഉ വനൻസഖ്, വായിച്ചിട്ട് എഴുതുക. സുഗന്ധം, ധരിച്ചു, ശുദ്ധി, സൂക്ഷിക്കുക, വൃത്തി, പരിസരം, സത്യവിശ്വാസി, ശുചിത്വം, അഴുക്ക്. ഇനി അവിടെ നുക്കമ്മിൽ, പൂരിപ്പിക്കുക. പഠനോപകരണങ്ങൾ: പുസ്തകം, പേന, പെൻസിൽ, ബാഗ്, സ്ലേറ്റ്, ജോമെട്രി ബോക്സ്. നുജീബ്, 3. മുഹമ്മദിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. കാരണമെന്ത്? വൃത്തിയുള്ളതുകൊണ്ട്. 2. വൃത്തിയുള്ളവരാവാൻ നാം എന്തെല്ലാം ചെയ്യണം? ബ്രഷ് ചെയ്യണം, കുളിക്കണം, സുഗന്ധം പൂശണം, മുടിയും കൃത്യമായി മുറിക്കണം. ശരീരവും വസ്ത്രവും മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. വീടും ക്ലാസും പരിസരങ്ങളും ശുചീകരിക്കണം. ഇനി നമുക്ക് അപ്പുറത്ത് കാണാം. നംലഉൽ ഫറാ, വിട്ടഭാഗം പൂരിപ്പിക്കുക. ശുചിത്വം ഡാഷിൻ്റെ പകുതിയാണ് ഈമാനിൻ്റെ. വൃത്തിയുള്ളവരെ ഡാഷ് ഇഷ്ടപ്പെടുന്നു എല്ലാവരും. നിസ്കാരം ശരിയാവാൻ ഡാഷ് വേണം, വൃത്തിയും ശുദ്ധിയും. പുസ്തകങ്ങൾ ഡാഷ് ആക്കാതെ സൂക്ഷിക്കണം, അഴുക്ക്. നഖവും ഡാഷും കൃത്യമായി മുറിക്കണം, മുടിയും. ഇനി നുൻഷിയുൽ കലിമത്തുണ്ടാക്കുക. ഗ വച്ച് നഖം, ഗ സുഗന്ധം, ക ചോക്ക, ത്ര പാത്രം, ദ ബന്ധം, ഷ്ട ഇഷ്ടം, സ്ത സ്ഥാനം. ഇനി നുൻഷിയുൽ ജുമൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ജുംല ഉണ്ടാക്കുക. അബ്ദുള്ള ബാഗ്, അതൊക്കെ നോക്കിയിട്ടുണ്ടാക്കുക. അബ്ദുള്ള ബാഗ് എടുത്തു. മുഹമ്മദ് സുഗന്ധം പൂശി. അബ്ദുള്ള നഖം മുറിച്ചു. അബ്ദുള്ള പുസ്തകം പൊതിഞ്ഞു. ആയിഷ നഖം മുറിച്ചു. യാസർ വൃത്തിയാക്കി കുളിച്ചു. മുഹമ്മദ് പുസ്തകം എടുത്തു. യാസർ ബാഗ് വാങ്ങി. ഇനി അവിടെ നക്തുബ് മുദക്കിറ, ഒരു ചർച്ച എഴുതുക. എൻ്റെ ദിനചര്യ: ഞാൻ നേരത്തെ ഉണരും, പല്ല് തേച്ചു വൃത്തിയാക്കി വുളൂ ചെയ്യും, സുബഹി നിസ്കരിക്കും, മദ്രസയിൽ പോയി തിരിച്ചു വന്ന് ചായ കുടിക്കും, സ്കൂളിൽ പോകും, വിഷയങ്ങൾ നന്നായി പഠിക്കും, ക്ലാസ് നന്നായി ശ്രദ്ധിക്കും, ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കും, ചോറ് തിന്നും, സ്കൂൾ കഴിഞ്ഞു വന്നാൽ അസ്ർ നിസ്കരിക്കും, കുളിക്കും, കുറച്ചു സമയം കൂട്ടുകാരോടുകൂടി കളിക്കും, മഗ്‌രിബിന് മുമ്പ് കുളിച്ച് പള്ളിയിൽ പോയി നിസ്കരിക്കും, പിന്നെ മദ്രസയിലെയും സ്കൂളിലെയും പഠിക്കും, ഇശാ നിസ്കരിച്ച് ചോറ് കഴിച്ച് കിടക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.